എന്ത് ദൈവമേ, കാശാണെങ്കിൽ 5 പൈസ പോലും കിട്ടുന്നു, ജോലിയും ഇല്ല. ആ പിള്ളേർ ആ മാളുവാണെങ്കിൽ കുത്തി വരച്ച് വീടിട്ട് പൊടിഞ്ഞ് പാളീസായ വീടുമായിട്ട് ഇവിടെ നിൽക്കുക. എന്തൊരു കഷ്ടമാണ് ദൈവം, എങ്ങനെ ഈ വീട്ടിൽ ഞാൻ നിൽക്കുക? കഴിക്കാൻ പോലും ഭക്ഷണം ഇല്ലാത്തൊരു വീട്. എൻ്റെ ദൈവമേ, പായ പിടിച്ച് കിടക്കാല്ലേ ഈ ഒരു വീട്. ഞാനിപ്പോൾ എന്ത് ചെയ്യുമോ? കൊടുത്തും കൊട്ടോളം കാരണം ഈ വീട് ഇങ്ങനെ ഇപ്പോൾ ആയത്. എല്ലാം കൂടി ഒറുതിയിട്ട് ഇതാ അവിടെ പൊളിച്ച് ഇവിടെ പൊളിച്ച്, ഇതാ അവിടെ വരച്ച് ഇവിടെ വരച്ച്, ഇങ്ങനെ ഇപ്പോൾ പൈസ ഇല്ലാത്ത സമയത്ത് ഒരു വീട് നന്നാക്കാൻ വേണ്ടി പൈസ ഇല്ല. ഓർക്കർ ഇങ്ങനെ പൈസ ഇല്ല പറഞ്ഞ് കളിയാക്കുന്നു. അമ്മേ, എന്താ അമ്മ എന്തോ പിന്നെ തല്ലാൻ വേണ്ടി ഒക്കെ എടുത്ത് വെച്ചണോ? അയ്യോ ദൈവമേ, അമ്മേനോട് ചോദിക്കട്ടെ ഒരു കാര്യം. എന്താ വെച്ചാൽ അമ്മ ഇന്ന് എല്ലാ കുട്ടികളും ടൂറ് പോകുന്നുണ്ട്. അമ്മ പ്ലീസ് അമ്മ എന്നെ വീട്ടമ്മേ. അമ്മേൻ്റെ കയ്യിൽ പൈസയില്ലേ അമ്മേ, പ്ലീസ് അമ്മ. അമ്മ എന്നെ ടൂറിന് വീട്ടമ്മേ. ഒരു 5 പൈസ പോലും കയ്യിലില്ലാത്തപ്പോൾ അവളൊരു ടൂറിനൊരു പൈസ ആരെങ്കിലും മനുഷ്യൻ കൂടെ പ്രാണം പിടിച്ചൊക്കെ നീ ചെയ്ത് വെച്ചല്ലേ ഇതൊക്കെ. എന്നിട്ട് ഈ വീട് നന്നാക്കാതെ ആൾക്കാരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് തുള്ളി നോക്കുന്നുണ്ടോ? ഒറ്റത്തി നീയല്ലേ. പിന്നെയാണ് അവളുടെ ടൂറിൻ്റെ പൈസ. അമ്മ ഇതൊക്കെ കാണിച്ചു വെച്ചത് ഞാനെന്ന് ആരാ പറഞ്ഞത്? അമ്മേ, ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കണ കൊണ്ടല്ല ആദ്യം ഈ വീടല്ല പൊളിഞ്ഞു കിടക്കുന്നത്. ഇതൊക്കെ ഞാനാണ്, എൻ്റെ കുറ്റാണ് ഇതമ്മേ. അമ്മയ്ക്ക് ടൂറിന് വേണ്ടി 5 പൈസ ഇല്ലാലോ പറഞ്ഞാലേ. സ്വന്തം മോളെ ഒന്നും അമ്മക്ക് സ്നേഹമില്ല, അമ്മക്ക് പുല്ല് വരെയല്ല. മാളു എന്നോട് വാടി, എന്നോടല്ല പറഞ്ഞേ. ഈ വീടൊക്കെ നീ അല്ലാതെ പിന്നെ ആരടി പൊളിച്ചിട്ടേ? ഇവിടെ ആരെങ്കിലും നിന്റെ അമ്മായിമ്മേനെ മോളെ അതൊക്കെ ചെയ്തു വെച്ചിരിക്കണേ? അല്ലെങ്കിൽ പിന്നെ ആരാ ചെയ്തു വെച്ചിരിക്കണേ? നീ പറ. ഈ വീട് ചിത്രം മനസ്സിലാടി. അപ്പൊ അതിന് ഉത്തരം പറയുന്നെന്താ? ഇതിന്റെ കോലം കണ്ടോ? ഇത് ദൈവമേ, പറഞ്ഞാലും അനുസരിക്കൂലല്ലോ അന്ന് നീ. എന്താണ് നിനക്കിട്ട് വിചാരോ? ഈ വീട് വരച്ചു വെച്ചിട്ട് ആരും അധികരിക്കാൻ വരൂല. ഇവിടെ 5 പൈസ ഇല്ലാത്ത എന്താണെന്ന് നിനക്കറിയോ? ജോലി കിട്ടാത്ത കൊണ്ട്. പിന്നെ എൻ്റെ ടൂറിൻ്റെ പൈസ എനിക്ക് തരാൻ പറ്റുമോ? ഇവിടെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പോലും പൈസ ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഉള്ളത് പറയുക നോക്കി. അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും. എന്താ വെച്ചാലില്ല, ആ കിട്ടുന്ന ചേമ്പനത്തിൻ്റെ പൈസ ഇല്ലേ, എനിക്ക് ടൂറിന് വേണ്ടി ഫുള്ളും തന്നെ. എന്നിട്ട് സമൂസ, ചിക്കൻ പൊറാട്ട, പിന്നെ ബീഫ്, ബർഗർ എല്ലാം മേടിച്ചു എനിക്ക് ചിത്രം പഠിക്കാനൊക്കെ തന്നെ അമ്മേ. വയ്യമ്മ, എനിക്ക് വിശന്നിട്ട് വയ്യമ്മേ. എനിക്ക് ജ്യൂസ് പോയി മേടിച്ച അമ്മേ, പ്ലീസ് അമ്മേ. എനിക്ക് ടൂറിനുള്ള പൈസ അമ്മേ. അമ്മേ, അല്ല പിന്നെ ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവൾക്ക് ബർഗറും ചിക്കനും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പൈസ പോലും തരാത്തവൾ. ഞങ്ങൾക്ക് ഞാൻ ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. നിങ്ങളെ മക്കൾ ഇങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ മക്കളെ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.